പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരുടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ധനമോഹം, ധനത്തിലുള്ള ആശ്രയം ഒക്കെ വളരെ ഗുരുതരമായ പാപമാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത്. ധനമോഹം, ധനത്തിലുള്ള ആശ്രയം വളരെ തിന്മയാണ്. ഇന്ന് അനേകരും ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി നിത്യശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകുന്ന മാരകമായ പാപമാണെന്ന് അനേകം ആരും ചിന്തിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ സ്നാപയ പൊന്നാൻ ഗർജിക്കുന്ന സിംഹത്തെ പോലെ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സകല ദോഷപ്രവൃത്തികളും വിട്ട് ഉപേക്ഷിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ധാരാളം ജനം യോർദാൻ നദിയിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് യോഹന്നാൻ്റെ അടുക്ക വന്നു. ജനം യോഹന്നാനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 ഉടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണ്ടേ? ഭക്ഷണ സാധനം ഉള്ളവന് അങ്ങനെ തന്നെ ചെയ്യട്ടെ. പടയാളികൾ യോഹന്നാൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബലാത്കാരം ചെയ്യാതെയും ആരോടും ഒന്നും ബലമായി വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മാത്രം മതി എന്ന് വെപ്പിൻ. അതാണ് ശരി. ഇപ്പം ചുങ്കക്കാരും യോഹന്നാൻ്റെ അടുക്ക വന്നു, ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് കവിഞ്ഞ് ആരോടും ഒന്നും വാങ്ങരുത്. നിങ്ങൾക്കുള്ള ന്യായമായ ശമ്പളം ഉണ്ടല്ലോ, അത് മതിയെന്ന്. അന്യായമായി യാതൊരു മനുഷ്യനിൽ നിന്നും യാതൊന്നും ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ മേടിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന മാരകമായ പാപം തന്നെയാണ്. സദൃശവാക്യത്തിൽ 28-ാം അധ്യായത്തിൽ 20-ാം വാക്യം പറയുന്നത് ഇതാണ്, ധനവാൻ ആകാൻ ബന്ധപ്പെടുന്ന ഏവർക്കും ദൈവത്തിന് ശിക്ഷ ലഭിക്കും, ഉറപ്പ്. ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ വിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 വാക്യങ്ങളിൽ ഇപ്രകാരം യേശു പറയുന്നുണ്ട്, ഒരു ധനവാനായ ഒരു മനുഷ്യൻ്റെ വയലിൽ ധാരാളം വിളവുണ്ടായി. അവൻ പറഞ്ഞു, ഇനി ഞാൻ എന്തു ചെയ്യും? ഈ വിളവെല്ലാം കൂട്ടിവെക്കാനായിട്ട് സ്ഥലമില്ലല്ലോ. അപ്പോൾ അവൻ പറയും, ഞാൻ എൻ്റെ കളപ്പുരകളെല്ലാം പൊളിച്ച് വലുതാക്കി പണിയും, എന്നിട്ട് ഞാൻ ഈ സമ്പത്തൊക്കെ, ഈ ധാന്യങ്ങളെല്ലാം അത് ശേഖരിക്കും, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, അനേക സംവത്സരത്തേക്ക് വേണ്ടതെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവം ഇത് കേട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, പോഷ, ഇന്ന് ഞാൻ നിൻ്റെ ജീവനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ നീ ഈ ഒരുക്കിയിരിക്കുന്നതൊക്കെ ആരുടേതാകും? ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ ഭൗതിക വിഷയത്തിൽ സമ്പന്നനാകുന്ന ഏത് മനുഷ്യൻ്റെ ഗതി ഇത് തന്നെ എന്ന് യേശു പറഞ്ഞു. ദൈവം ധനവാന്മാരോട് പറയുന്നത് പോഷ എന്ന് തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ ധനത്തിൽ ആശ്രയിക്കുകയോ ധനത്തിന് വേണ്ടി ഓടുകയോ ചെയ്യുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും ദൈവം അതിന് നല്ലതെന്ന് ഇന്നുവരെ പറഞ്ഞതായി ഒരു വാക്യം പോലും ഇല്ല. മാത്രമല്ല, ദ്രവ്യാഗ്രഹം, ഒരു സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെക്കുറിച്ചും പറയുന്നത് ഇതാണ്, നിങ്ങൾ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. അത് പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ
വീഴുമെന്നുള്ള പ്രതീക്ഷയുടെ പോകരുത്. ദൈവം തന്നെങ്കിൽ മതി. അതിനപ്പുറം ദൈവം പറഞ്ഞത് ഇതാണ്, സൗജന്യമായി ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ സൗജന്യമായി കൊടുക്കുവിൻ. യാതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹ ചിന്ത ഉടലെടുക്കാൻ തക്ക കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും പറയരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പിന്നെയും പറയുകയാണ്, എന്നാൽ പിന്നെ ചിലർ വിചാരിക്കുന്ന ഇച്ചിരി ധനം ഉണ്ടാകുന്നതും ധനവും ഇച്ചിരി സമ്പന്നനും ദൈവത്തിന് സമ്പന്നനും ആകാൻ നല്ലതല്ലേ? ഇത് രണ്ടും കൂടെ സാധിക്കുന്ന കാര്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഒന്നെങ്കിൽ ധനത്തെ ബഹുമാനിക്കും, അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കും. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കും, ധനത്തെ നിന്ദിക്കും. ഈ രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടുപേരെയും കൂടെ രണ്ട് യജമാനന്മാരെ സേവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒരു നാളും കഴിയുന്നതല്ല എന്ന് നമ്മുടെ ദൈവം കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമായി നമ്മുടെ ദൈവം തരുമെന്ന്. നമുക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ ഉണ്ടെങ്കിൽ മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആവശ്യമില്ലാത്ത ടെൻഷനും ഭാരവും എല്ലാം വരുത്തി വെക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് ശാപവും നിന്നയും ഒക്കെ മേടിച്ചെടുക്കുന്ന, നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഈ ദ്രവ്യാഗ്രഹം എന്ന പാപം സമ്പൂർണ്ണമായി വിട്ടൊഴിഞ്ഞിട്ട് സകലതും നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തരാൻ കഴിയുന്ന ദൈവത്തിലാശ്രയിച്ച് മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൽ ധന്യമായ വേറെ ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തെ സ്നേഹിച്ച് സത്യസന്ധമായി നിഷ്കളങ്കമായി ദൈവവചനം പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഭാഗ്യവാനായി വേറെ ആരും ഇല്ല. ലോകത്തിൽ ആരും നമ്മളെ ഒരു വിധത്തിലും ദുഷിക്കാനോ പഴിക്കാനോ ഇടം കൊടുക്കാതെ നേരോടെ നടക്കുക. ദൈവം നമ്മെ ധാരാളമായി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.